സൂറത്തുൽ അസ്രി മക്കിയത്തുൻ ഔ മദനിയത്തുൻ സലാസു ആയാത്തിൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ അസ്രി, കാലത്തെ തന്നെയാണ് സത്യം. എന്താ സത്യം? ഇന്നൽ ഇൻസാൻ, തീർച്ചയായിട്ടും മനുഷ്യവർഗം ലഫീ ഖുസ്ർ, നഷ്ടത്തിലാണ്. പൊതുവെ മനുഷ്യ നഷ്ടത്തിലാണ്. പക്ഷേ ഇല്ലതിനാമന് മുഅ്മിനീങ്ങളാവുന്ന ആൾക്കാർ വെച്ച് വാമിലു സാലിഹത്താവുന്ന ആൾക്ക് ഈമാനും സാലിഹ അമലൊക്കെ ഉണ്ട്. തവാസ്, ഒരു അന്യോന്യം എന്താ വസിയത്ത് ചെയ്തു, എന്താ വസിയത്താക്കി, ഹക്ക് കൊണ്ട് ഈമാൻ കൊണ്ട് അന്യോന്യം വസിയത്താക്കി. തവാസ്, ഒരു വസിയത്താക്കി ഒരു ക്ഷമ കൊണ്ടും. അങ്ങനത്തെ ആൾക്കാർ വെച്ച് നല്ല സ്വഭാവക്കാർ, ക്ഷമ കൊണ്ടൊക്കെ അന്യോന്യം ഉപദേശിക്കുന്ന, ഈമാൻ കൊണ്ടൊക്കെ അന്യോന്യം ഉപദേശിക്കുന്ന, സ്വാലിഹായിരിക്കുന്ന, അമൽ ചെയ്യുന്ന നല്ല മുഅ്മിനീങ്ങളാവുന്ന, ഈമാനുണ്ട്, അമലുണ്ട്, നല്ല സ്വഭാവമുണ്ട്. ക്ഷമ കൊണ്ട് ഉപദേശിക്കുക എന്നുള്ളത് നല്ല സ്വഭാവമല്ലേ? അപ്പം അങ്ങനത്തതായിരിക്കുന്ന ആൾക്കാർ ഒഴിച്ചൊക്കെ നഷ്ടത്തിലാണ്. അതുപോലെ ശരിയാ ദഹിയ കാലം നട, അല്ലെങ്കിൽ അസർ സമയം നടത്താൻ വെക്കാം. മഹമ്മദ് സവാലിൽ ഉറൂബി, സവാല് മുതൽക്ക് ഉറൂബ് വരെയുള്ളതായിരിക്കുന്ന അസർ സമയം, അസറിൻ്റെ ഉച്ചനേഷമുള്ളതായിരിക്കുന്ന ഉച്ചനേഷമുള്ള കാലം, ആ സമയം അങ്ങനെ വെക്കാം. അല്ലെങ്കിൽ അസറിക്കാർ നടത്താൻ വെക്കാം. ഔസലാത്തിൽ നസരിയൻ, അസറിസ്കാരത്തെ തന്നെയാണ് സത്യം നടത്തും. അല്ലെങ്കിൽ അസർ വരെയുള്ളതായിരിക്കും, മാരി വരെയുള്ളതായിരിക്കുന്ന ആ സമയത്തെ തന്നെയാണ് സത്യം നടത്തും. അല്ലെങ്കിൽ ആമായിട്ട് കാലത്തെ തന്നെയാണ് സത്യം നടത്തും. എന്താ സത്യം? ഇന്നൽ ഇൻസാൻ ജിൻസ, മനുഷ്യവർഗം പൊതുവെ ഫീ ഖുസ്രിൻ, ഖുസൂറിലാണ്. ഹബീ തിജാവൻ്റെ കച്ചവടത്തിൽ, അവൻ്റെ ഏർപ്പാടുകളുടെ കച്ചവടത്തിൽ. ദുന്യാവ് എന്താക്കും? ദുന്യാവിൽ കച്ചവടമല്ലേ? കച്ചവടത്തിലൊന്നുമല്ലേ? ദുന്യാവിൽ എന്താക്കുന്നത്? ഇവിടെ ആഖിറത്ത് കച്ചവടത്തിൽ, ക്രിസ്തുസായ കച്ചവട സ്ഥലമല്ലേ? അപ്പോൾ അവൻ്റെ കച്ചവടത്തിൽ എന്താക്കുന്നുണ്ട്? ആഖിറത്തുകൾ കച്ചവടത്തിൽ നഷ്ടത്തിലാണ് എന്ന് പറയും. ആലോചിച്ച് ഇല്ലതിനാമനു അമിലു സ്വാലിഹാത്താവുന്ന ആൾക്കാർ ചോദിച്ചു, അവർ നഷ്ടത്തിലല്ല. തവാസർ, ഉപദേശിച്ചു. ബാദുൽ വസിയത്താക്കി ബി ഹക്കയിൽ ഈമാൻ കൊണ്ട്. തവാസ വസിയത്താക്കി സബറിയ, താഴത്തിന് ക്ഷമിക്കാനും വൽ മാസ്യത്തിനെ തൊട്ടൊക്കെ ക്ഷമിക്കാനൊക്കെ വസിയത്താക്കിയ ആൾക്കാർ ചോദിച്ചു. ബിസ്മില്ലാഹ്. സൂറത്തുൽ ഹുമസത്തി മക്കിയത്തുൻ. സൂറത്തുൽ ഹുമസത്തി മക്കിയത്തുൻ മദനിയത്തുൻ തിസ്വായാത്തിൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലുൻ ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ. വൈലുൻ, എല്ലാ നാശമായ നാശമൊക്കെയും എല്ലാ അദാബും. ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ, എല്ലാ ഗീബത്ത് പറയുന്ന ആൾക്കാർക്കാണ്. ഹുമസത്തുൽ ലുമസ ഉണ്ട്, അതാ മുറാദ്. ഹുമസത്ത് കാരണം താക്കുന്നുണ്ട്, എന്നെ കുറ്റം പറയാന്നാ, ഐബ് പറയാം. ലുമസത്ത് കാരണം എന്താക്കുന്നത്? കണ്ണുകൊണ്ടൊക്കെ ലുമസ് കാരണം കണ്ണുകൊണ്ടൊക്കെ എന്താ നിസാരാക്കിയാണ്ട്, ആൾക്കാരെ നിസാരാക്കിയാണ്ട് ഇങ്ങനെ എന്താ കണ്ണുകൊണ്ടും ഇതാക്കുന്നുണ്ട്, മൂക്കുകൊണ്ടൊക്കെ എന്താ തൊള്ളുകൊണ്ടൊക്കെ നിസാരാക്കലില്ലേ? എനിക്കാണ് ഇത്. അല്ല, ലുമസത്ത് കാരണം എന്താക്കുന്നുണ്ട്? അങ്ങനെ വേറെ അർത്ഥമുണ്ടായിരുന്നു. ലുമസത്ത് കാരണം എന്താക്കുന്നുണ്ട്? വായുബായ നിലക്ക് കുറ്റം പറയുന്ന ആൾക്കാർ. ലുമസത്ത് കാരണം എന്താണ്? ഹാലറായ നിലക്ക് എന്താക്കുന്ന കുറ്റം പറയുന്ന ആൾക്കാർ. അങ്ങനെയുണ്ട് അർത്ഥം. ഏതാവും പൊതുവെ അർത്ഥം എന്താ? ഗീബത്ത് പറയുന്ന ആൾക്കാരും താര എൻ്റെ സാരം ഉണ്ടാക്കാൻ. അതാ വൈലുൻ, ഈ കലിമത്ത് അദാബിൻ്റെ കലിമത്തുണ്ട്. വൈല് ശിക്ഷ എന്നർത്ഥം. ഇത് അദാബിൻ്റെ കലിമത്താച്ചാൽ ശിക്ഷ എന്നുള്ള വാക്ക. എല്ലാ ശിക്ഷയും, അല്ലെങ്കിൽ എല്ലാ നാശവും എന്നർത്ഥം. അല്ലെങ്കിൽ ജഹന്നമിൽ വാദ്യം പല സ്ഥലത്തും പറഞ്ഞ കേട്ടോ. അല്ലെങ്കിൽ വാദ്യമാണ് ജഹന്നമിൽ ഒരു ചെരുവാണ്. മല്ല വൈലാകുന്ന ചെരു ആർക്കാണ്? ഈ കുല്ലി ഹുമസല്ലും മസ, എല്ലാ ഗിബത്ത് പറയുന്ന ആൾക്കാർക്കാണ്. ഈ കസീറുൽ ഹുമസി വല്ലും മസീൻ. ഹുമസത്ത് പറഞ്ഞാൽ ഹംസ അധികരിപ്പിക്കുന്ന ആൾക്കാർ, ലുമസത്ത് പറഞ്ഞാൽ ലംസ അധികരിപ്പിക്കുന്ന ആൾക്കാർ. അയാൾ ഗീബത്തി എന്താ? ഗീബത്ത് പറയുന്ന ആൾക്കാരും സാരൊട്ടാകെ. ഹുമസത്തെ പറഞ്ഞു. ഹുമസത്ത് പറഞ്ഞാൽ എന്താക്കുന്നത്? വായുബായ നിലക്ക് എന്താക്കുന്ന കുറ്റം ആക്ഷേപിക്കുന്നു, കുറ്റം പറയുന്ന ആൾക്കാർ. ലുബസത്തിന് ഹാദറായ നിലക്ക് എന്താണ് കുറ്റം പറയുന്ന ആൾക്കാർ? ഗീബത്തനല്ല. അങ്ങനാലും വായുബാലും ഹാദറാലൊക്കെ ഗീബത്തനല്ല. ഒരാളെ വിട്ടു പറഞ്ഞാൽ അതാ നസലത്ത് ഈ ആയത്തിറങ്ങി. ഫീമങ്കാന നബിനെ ഗീബത്ത് പറയുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഈ ആയത്തിറങ്ങിയത്, സുഹൃത്തിറങ്ങിയത് മുമിനീകളെയും ഏതൊരു ഉമൈദിന് ഖലഫിനെ പോലെ, വലീദിന് മുഹൈറത്തിനെ പോലെ, വൈദിഹ്യമല്ലാത്തവരെ. അത് എങ്ങനത്തെ ഗീബത്ത് പറയുന്ന ആൾക്ക് ജമാഅനെ ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. അൽമാല മുതൽ ഒരുപാട് ഒരുമിച്ച് കൂട്ടിയിട്ട് അദ്ദധ്വനി എണ്ണി കണക്കാക്കി ഇങ്ങനെ വെക്കുന്നുണ്ട്. അതുകൊണ്ട് ചില ആൾക്കാരൊക്കെ പൈസ എന്താക്കി കിട്ടിയാൽ എണ്ണി കണക്കാക്കി തിട്ടപ്പെടുത്തിയാണ് ഇങ്ങനെ എന്താക്കുന്നുണ്ട്. ആൾമറിയിലോ എന്താ പെട്ടിലോ വെക്കുമല്ലോ, എണ്ണി കണക്കാക്കിയാണ് എടുക്കാതെ. ഇങ്ങനെ
മറ്റേ ഇടക്കിടക്ക് എടുത്തു നോക്കും എന്ന് ആ മുതലുടെ ഹിർസ് കൊണ്ടേ. അല്ലാതെ അങ്ങനത്തെ ഗീബത്ത് പറയുന്ന ആള് ജമാ ജമ്മാന്ന് കേട്ടോ ഈ തസ്സീദ് തഫീഫ് അവൻ ഒരുമിച്ച് കൂട്ടുന്നുണ്ട് മാല മുതൽ അവിടെ അതത് അതിനെ എണ്ണിക്കണക്കാക്കുന്നുണ്ട്. അയ്യാസാഹുന്ന് അയ്യാസാഹു അതിനെ കണക്കാക്കുന്നുണ്ട്. എന്നിട്ട് ജാലുവിനെ ആക്കുന്നുണ്ട്, എന്താക്കുന്ന യുദ്ധത്തൻ ഒരുക്കാക്കുന്നുണ്ട്. അവൻ്റെ അവാദ്യത്തെ തീർന്ന് ഗാലമുസീബത്തിനക്ക് എണ്ണിക്കണക്കാക്കിയിട്ട് എന്താക്കുന്നുണ്ട്. അവിടെ തങ്കേർക്ക് ഭാഗത്ത് വെക്കുക എന്നതിന് വേണ്ടി ആ പഴങ്ങളൊക്കെ വരുമ്പോൾ പതിനാത്താല് ഇപ്പോൾ കോവിഡ് തപ്പണ്ടില്ല, പൈസക്ക് ആവശ്യം ഉണ്ടായല്ലോ. മുമ്പ് എന്താക്കുന്നത് എണ്ണി സ്റ്റോക്ക് വെച്ച ആൾക്കാർക്ക് എന്താക്കുന്നുണ്ട്, ഇപ്പം എന്താക്കുന്നുണ്ട്, ജോലിയൊന്നും ഇല്ലാതെ നോക്കുമ്പോൾ എന്താക്കുന്നുണ്ട്. അത് ആപ്പത്തിന് എന്താക്കും ഉപയോഗിക്കാൻ പറ്റില്ലേ. ഇങ്ങനെ ഹവാദി ദഹറിന് വേണ്ടി ആപ്പത്തിന് വേണ്ടി തയ്യാറാക്കി വെക്കും. എന്തെങ്കിലും എപ്പത്ത് വരികയാണെങ്കിൽ ആപ്പത്ത് വരികയാണെങ്കിൽ ആപ്പടം വരികയാണെങ്കിൽ അന്ന് എടുക്കാതെ വിചാരിച്ചാണ്ട് കണക്കാക്കി വെക്കുന്ന ആൾക്കാർ അങ്ങനത്തെ അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ്. ഉമയ്യത്തിനൊക്കെ സ്വഭാവം പറഞ്ഞാണ്. യാസം വിചാരിക്കുന്നുണ്ട് അവനെ ജഹല് കൊണ്ട് അവനെ മുതലിനെ ശാശ്വതമാക്കുമെന്ന് കരുതുന്നുണ്ട്. മുതൽ ശാശ്വതമാവെന്ന് കരുതിയിട്ടല്ലേ അവൻ എണ്ണി കണക്കാക്കി പാത്തിക്കണത്. ശാശ്വതമല്ല പറഞ്ഞ മുതൽ ചിലവാക്കൂലേ. അതവൻ്റെ മാലൻ അഹലത ഈ ജാലോ ഹാലിദൻ മുതലവനെ ഹാലിദാക്കും ലായമൂത്ത് മരിച്ചൂല എന്ന് കരുതുന്നോൻ. നാക്കല്ല വേണ്ടട്ടോ, അങ്ങനെ കരുതണ്ടട്ടോ. ലയുമ്പതന തീർച്ചയായിട്ടും അവന് എറിയപ്പെടും. ജവാബ് അവിടെ അതുഫസ്മ ജവാബട്ടോ വല്ലാഹി ലയുമ്പതന്നാണ് അല്ല യുത്തറഹന്നാർത്ഥം എറിയപ്പെടും നരകത്തിലേക്ക്. ഹൊത്തുമത്തിലേക്ക് നരകം അല്ലത്തെ അങ്ങനത്തെ ഹൊത്തുമത്ത് അത് തഹത്തിയും അത് പൊട്ടിക്കും. കുല്ലമാവുൽ കയ്യിലിടപ്പെടുന്ന നരകത്തിലേക്ക് എന്താക്കുന്നുണ്ട് ഇടുന്ന എല്ലാത്തിനും പൊട്ടിക്കും. ഹതമാറ പൊട്ടിക്കുക അങ്ങനത്തതായിരിക്കുന്ന നരകം. അതുകൊണ്ട് നരകത്തിൽ കണ്ട പൊട്ടി നാക്കുന്നുണ്ട്, പൊട്ടി തകരൂലേ ആരാട്ടാലും. ഉണ്ടാകും ഹെത്തുമത്തിന് വിവരിച്ചത് മാത്രാക്കും ഹെത്തുമത്ത് നിങ്ങൾക്ക് അറിയാൻ ഭയങ്കരമായിട്ടോ. ഈ ആലമക്കമൽ ഹെത്തുമത്തു അത് നാറുല്ലാഹിൽ മുഖത്ത കത്തിച്ചൊലുക്കുന്ന നരകാട്ടോന്ന്. നാറുല്ലാഹി അള്ളാഹ് നരകം അങ്ങനത്തെ മുഖത്ത് കത്തിച്ചൊലിക്കുന്ന മുസാഹറത്തു അല്ലത്തെ അങ്ങനെ നരകം ആ തത്വം അത് വെളിവിടും. അല്ല ഹൃദയത്തിൽ കണ്ട് എൻ്റെ തീയേ ആ ഹൃദയത്തിൽ കണ്ട് വെളിവിടും. കൽബൊക്കെ കണ്ട് അതിൻ്റെ ചൂട് പറയേണ്ടി വരുമോ. കൽബ് കാരണം സാധനം എന്താക്കുന്നുണ്ട്, നേരിയ വസ്തുവാണല്ലോ. അതിലെന്താ ഭയങ്കര ചൂടാണല്ലോ. നേരിയ വസ്തു ഭയങ്കര ചൂടേക്കാറ്. നമ്മളെ കയ്യുമുള്ള ചൂടല്ല നാവുല്. കയ്യിൽ എന്താക്കുക സഹിക്കണത് നാവ് സഹിക്കൂല. കാരണം ഹഫീഫാവുമ്പോഴത്തേക്കാരം ചൂട് കൂടും. അപ്പം എന്താക്കുന്നുണ്ട് അങ്ങനത്തെ. അപ്പോൾ കൽബ് കാരണം എന്താണ് ഒരു ഹഫീഫ നേരിയ ശരീരത്തിൻ്റെ ഭാഗങ്ങളുള്ള ഒരു നേരിയ അജുസുക അതിലെ വെളിവിളിച്ചാൽ അത്രക്കും ഭയങ്കര വേദനയിക്കാന്ന്. അത് അഫീദത്തി ഏൽ കുലൂബിന്ന് എടുപ്പത്തെ ഹരിക കൽബിനെ കരിക്കുവത്. അങ്ങനെ അലമു അങ്ങനെ കൽബിൻ്റെ വേദന അശ്രദ്ധയിക്കാരം മീൻ അലമി വൈരിഹ മറ്റുള്ളതിൻ്റെ എന്താക്കുന്ന വേദനേക്കാൾ എന്തുകൊണ്ട് ലുത്തുഫിയാണ്ടോ കൽബിന് ലത്തീഫായതുകൊണ്ട്. കൽബ് കാരണം ഹാർട്ട് കാരണം സാധിക്കുന്ന എന്താക്കുന്നുണ്ട് ആ സാധനം ഒരു നേരിയ സാധനം, കെട്ടില്ലാത്ത നേരിയ സാധനമാണ് ഹഫീഫ. അപ്പോൾ ഹഫീഫായിരിക്കുന്ന വസ്തുവിൽ എന്തേക്കാരം വേദന തീ പറ്റിയാൽ ഭയങ്കര വേദനയിക്കാരം. അതുകൊണ്ടാണ് അള്ളാഹു തആല കൽബിൻ്റെ വെളിവിടുന്നു പറഞ്ഞത്. ഇമന തോന ഭയങ്കര ഇമന എന്താക്കുന്ന വേദന തോന വെളിവിടുകൊണ്ട്. നാറുല്ലാഹിൽ മൂക്കത്ത് ഇന്നഹ തീർച്ചയായിട്ടും നരകം റഹീം അവരെ മേലിൽ അവിടെ ജമ്മാക്കിയുണ്ടോ മുമ്പ് അവിടെ മുഫ്രദല്ലേ. അതാ ജമ്മാക്കി എന്തുകൊണ്ട് റിയാഹത്തലി മന കുല്ലിൻ്റെ മന വരുന്നത്. വലിയ കുല്ലി ഹുമസത്ത് അറിഞ്ഞേ എല്ലാ ഹുമസത്തും. അപ്പോൾ കുല്ലിൻ്റെ മന പരിഗണിച്ചുകൊണ്ടാക്കി ജമ്മാക്കിയാർ. അവിടെ മുറാദ് എന്താക്കണം ഒത്തുപൊത്തും മറ്റു കാഫിര്യങ്ങളല്ലേ. എന്നാലും എങ്ങനത്തെ നിനക്ക് അവരെ മേലിൽ ആ നരകം മൂസത്തുൻ ബിൽ ഹംസിട്ടോ മൂസത്തുൻ ഹംസ കൊണ്ടാ മൂ എന്ന് ഇനി വാവൂടുണ്ട് മൂസത്തുന്ന് ബദലഹൂന്ന് ആ ഹംസക്ക് പകരമായിട്ട് ഈ മുത്തുബക്കുന്നർത്ഥം. ആ നരകം താക്കുന്ന തീയെന്നാ നരകം താക്കുന്ന അവരെ മേലും ഇങ്ങോട്ട് കൂടും ഇത്തുബാക്ക്. ഇത് മുത്തബക്കത്തിന് അവരങ്ങോട്ട് ഇത്തുബാക്കാക്കണം അവരെ മേലിൽ കൂടും. എങ്ങനെ ഫി ഒമതി മുഹമ്മദ് നീണ്ട കൊയലായ മാതിരിന്ന്. നമ്മളൊരു കൊയലെന്താക്കുന്നുണ്ട് തീങ്ങളില്ല തീ ഇങ്ങനെ എന്താക്കുന്നുണ്ട്
പിന്നെ കത്തി പൊന്തുമ്പോൾ ഒരു കുയലിൻ്റെ ചിലപ്പോൾ ചില കുയലിൻ്റെ മാതിരി ഇങ്ങനെ ഉരുണ്ടുകൊണ്ട് നിൽക്കുമല്ലോ. എന്ന മാതിരി അത് കാഫിറിനെ എന്താക്കുന്നുണ്ട്, കാഫിറിൻ്റെ ചുറ്റും എന്താക്കുന്നുണ്ട്, നിരകം കണ്ട് വല ചെയ്യുമ്പോഴത്തേക്കാരും കുയലായ മാതിരി ആവൂലേ. നിരകേ തീയേ തീയെന്താകുന്ന കടിയിൽ നിന്ന് കത്തി ആളുമ്പോഴത്തേക്കാരെന്ന് കേട്ടാൽ ആ കാഫിറിൻ്റെ ശരീരത്തിൽ ആസകലം കണ്ട് പൊതിയുമ്പോൾ എന്താകുന്നുണ്ട്, ഒരു കുയലായ മാതിരിയാവും. തീ കണ്ട് മനുഷ്യൻ നീണ്ടുകൊണ്ടല്ലേ. അപ്പോൾ നീണ്ട മനുഷ്യനെന്താക്കുന്നുണ്ട്, തീ കൊണ്ട് ചുറ്റുമ്പോൾ എന്തായി, ഒരു കുയൽ പോലായില്ലേ, ഒരു കുയലിൻ്റെ മാതിരിയായി. അങ്ങനെ അതാ ഫി അമതി മുഹമ്മദ് നാറ് അതാ നീണ്ട കുയലിൽ ആയ സ്ഥിതിക്ക് എന്താക്കുന്ന അവരെ മേലും കിട്ടി ഇത്ബാക്കാവും, ഇങ്ങോട്ട് കൂടുന്ന പല മേലും കിട്ടും. ബി ലമ്മിൽ ഹർഫിന് കേട്ടോ മുദ്ന്ന് ബി ഫത്തയ അഹമ്മദ് അങ്ങനെ ഉണ്ട് കേട്ടോ. മുഹമ്മദ് നീണ്ട ആ സിഫത്തിൽ മാകളിൽ സിഫത്താട്ടെ എങ്ങനത്തെ കുയൽ മുഹമ്മദത്തിന്. അപ്പോൾ തെക്കൂനും അങ്ങനെ തെക്കൂനും എന്താക്കുന്നുണ്ട്, അങ്ങനെ തെക്കൂനു അങ്ങനെ തെക്കൂനാറ് തീയാകും ദാഹിലത്തിലും തീ ഒരു കുയലിൽ കിടന്ന മാതിരിയോ. സൂറത്തുൽ ഫീൽ മക്കിയ്യത്തുൻ ഖംസു ആയാത്തിൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അലം തറ നിങ്ങൾ കണ്ടില്ലയോ, കൈഫ ഫഅല റബ്ബുക റബ്ബ് എന്താ ചെയ്തതെന്ന്, ബി അസ്ഹാബിൽ ഫീൽ ആനക്കാരെ കൊണ്ട്. ആനക്കാര കേട്ടില്ലേ, മക്കത്ത് നബി പ്രസവിച്ച കാലത്ത് ആനക്കാര ഉണ്ടായിരുന്നല്ലോ. ആനക്കാരെ പറ്റി എന്താണ് അള്ളാഹ് കാട്ടിയത് എന്തേ നിങ്ങൾക്ക് അറിയില്ലേ, വലിയ അത്ഭുതം ഉണ്ടാവും വിഷയം. എന്തേത് അത് അലമിച്ചൽ കഴിയുന്ന പോലെ തന്ത്രത്തെ നമ്മൾ ആക്കിയില്ലയോ, അലമിച്ചൽ അള്ളാഹ് ആക്കിയില്ലല്ലോ, തന്ത്രത്തെ നഷ്ടത്തിലാക്കിയില്ലേ. വല അയച്ചില്ലേ വൈറന്നപ്പാപ്പിലെ കൂട്ടമായിരിക്കുന്ന പക്ഷികളെ തെറിഞ്ഞൊരു എറിയുന്നു വിചാരത്തിന് സിജ്ജിയിൽ കല്ലുകൊണ്ട്. അങ്ങനെ സിജ്ജിയിൽ കാരണം ചുടുകല്ല്. അങ്ങനെ ജലം പോലെ ആക്കിയില്ല കാസ്വിമോക്കൂൽ കാലുകൾ തിന്ന് ചവിട്ടി മരിച്ചതായിരിക്കുന്ന വൈക്കോൽ തുരുമ്പ് പോലെ ആക്കിയില്ലേർ. അലംതറ ഇസ്തിഫാമോ തജിബിന് ഇസ്തിഫാമോട്ടോ. നിങ്ങൾ കണ്ടില്ലേ വലിയ അത്ഭുതം ഉണ്ട് കയർ. ആ ഏജിബിന് അത്ഭുതപ്പെടി നബിയെ കൈഫ റബ്ബുക്ക് റബ്ബ് ചെയ്തത് എന്താണെന്ന് നിങ്ങൾ കണ്ടില്ലേ. അല കൈഫ റബ്ബുക്ക് ബി അസ്ഹാബിൽ ആനക്കാരെ കൊണ്ട്. അതാരാണ് ഈ ആനാവു മഹമൂദ് അസ്ഹാബു. മഹമൂദ് ആനയുടെ അസ്ഹാബ് അബ്രഹത്തു ആയിരുന്നു. അസ്ഹാബുൽ ഫീൽ ആനക്കാരൻ ആനക്കാർ അതുവാ മഹമൂദ് ആനയും. മഹമൂദ് ആനൻ്റെ പേരാട്ടോ. അങ്ങനെ അസ്ഹബു അദ്ദേഹത്തിൻ്റെ അസ്ഹബാകുന്ന അബ്രഹത്തും മലിക്കുൽ യമനി വ ജയ്ഷുഹൂന്ന്. യമനിലെ രാജാവാകുന്ന അബ്രഹത്തും കൂട്ടരും. യമനിലെ രാജാവാകുന്ന അബ്രഹത്തും കൂട്ടരും ജയ്ഷുവിൻ്റെ സൈന്യവും. അതാണ് അസ്ഹാബുൽ ഫീൽ. അതാ അദ്ദേഹം ഉണ്ടാക്കി. സന്നാഹ് എന്ന് പറഞ്ഞ യമനിലെ സന്നാഹ് പറഞ്ഞ സ്ഥലത്തൊരു കനീസ ഉണ്ടാക്കി, ഒരു ദേവാലയം. എന്തിനു വേണ്ടി ഹജ്ജാജ മക്കയെ തൊട്ട് ഹാജിമാർ അങ്ങോട്ട് തിരിക്കാൻ വേണ്ടി. മക്കത്തേക്ക് എല്ലാവരും ഹജ്ജിന് പോകൂലേ. അപ്പം അതിൻ്റെ എതിരിലെന്താക്കുന്നുണ്ട്, ആൾക്കാർ അങ്ങോട്ട് ആകർഷിപ്പിക്കാൻ വേണ്ടി തിരിക്കാൻ വേണ്ടി ഒരു കനീസ ഉണ്ടാക്കി യമനിൽ സന്നാഹിൽ. അതാ ജനങ്ങളെ ഹാജിമാരെ തിരിക്കാൻ വേണ്ടി അതിലേക്ക് മക്കയെ തൊട്ട് മക്കത്ത് കാബത്തിനെ തൊട്ട് ഒരു എതിരായിട്ട് ഒരു എതിര് ഉണ്ടാക്കി കനീസ ഉണ്ടാക്കി. അതുകൊണ്ടല്ല അങ്ങനെ ഒരാൾ വെള്ളി ഉണ്ടാക്കി അതിൻ്റെ എതിരിൽ വെള്ളി ഉണ്ടാക്കലില്ലേ, വല്ലെന്താ സ്ഥാപനം ഉണ്ടാക്കുന്ന മാതിരി ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കിയ ഇതിന് ഏറുപക്ഷെ എന്താക്കി ഒരു കിനാനെ കബീലപ്പെട്ടതൊക്കെ ഒരാളോട് പോയി മറക്കിയിരുന്നു ആ കനീസ് പോയിട്ട്. എന്നിട്ട് മേത്തൊക്കെ ആ ചുമരുമലൊക്കെ എന്താക്കുന്നത് കാശം തേച്ച്. അതപ്പോൾ അഹദത്ത് റുജുലും മീൻ കിനാന കബീലപ്പെട്ടതായിക്കോ റുജുൽ എന്താക്കുന്നുണ്ട് മറക്കിയിരുന്നു ഫിഹ ആ കനീസിനുള്ളിൽ. വലത്തഹ അദ്ദേഹം പുരട്ടി കിബിലത്തഹ അതിൻ്റെ കിബിലമൽ ആ കനീസിൻ്റെ കിബിലൻ്റെ ഭാഗത്തൊക്കെ എന്താക്കുന്നത് ബില്ലുദ്രത്തി കാഷ്ടം പുരട്ടി ഏത്തിക്കാറും ബിഹ നിസാറാക്കിക്കൊണ്ട്. അപ്പം എന്താക്കുന്നുണ്ട്. അപ്പോൾ അബ്രഹത്തിലേക്ക് ചൊടിച്ചു.
നമ്മളെ കനീസിനുള്ള എന്താക്കുന്നത് കാഷ്ടം പുരട്ടിയതായിരിക്കും നമ്മൾ കാണിച്ചു കൊടുക്കാറുണ്ട്. എന്താക്കും സത്യം ഞാൻ കബം പൊളിച്ചു സത്യം ചെയ്തു. അതപ്പോൾ അലഫോൻ സത്യം ചെയ്തു അബ്രഹത്ത് ലഹദിമൽ കാബത്ത കാബം പൊളിക്കും സത്യം ചെയ്തു. എൻ്റെ കനീസ ചെറുക്ക് നിസ്സാരമാക്കിയതായിരിക്കുന്ന ആൾക്കാരെ കാബം ഞാൻ കാണിച്ചു കൊടുക്കുക, അത് ഞാൻ പൊളിക്കും സത്യം ചെയ്തു. അങ്ങനെ എന്താക്കുന്നത് അദ്ദേഹം ഒരാനക്കാരുമായിട്ട് എന്താക്കുന്നു പുറപ്പെട്ട് കാബ പൊളിച്ചാൻ വേണ്ടി. അങ്ങനെ ഫജാ മക്ക അദ്ദേഹം മക്കത്ത് വന്നു ബിജയ്ഷി അദ്ദേഹത്തിൻ്റെ സൈന്യത്തോടു കൂടി. അല്ല ആഫിയന് കുതിര ആനപ്പരത്തായിരുന്നു. ആനപ്പടയായിരുന്നു. കുതിരപ്പടൻ്റെ മാതിരി ആനപ്പടയായിരുന്നു. അതാ മുഖദ്ദമുഹ ആനൻ്റെ ആഫിയാലിൻ്റെ എന്താക്കുന്ന ഏറ്റവും മുന്നിലുള്ളത് മഹമ്മൂദ് റാനായിരുന്നു. മുഖദ്ദമുഹ അഹമ്മൂദ് ആനൻ്റെ കൂട്ടത്തിലെ ഏറ്റവും മുന്നിലുള്ളത് മഹമ്മൂദ് എന്ന കുതിരയായിരുന്നു. അതിന് അബ്രഹത്തും അതിൻ്റെ മുകളിൽ. അങ്ങനെ ഫഹീന തവജ്ജുർ മുന്നിട്ടപ്പോൾ അതിമിൽ കാബത്തി കാബം പൊളിക്കാൻ വേണ്ടി മുന്നിട്ടപ്പോൾ അള്ളാഹു തല അയച്ചു. ശേഷം പറയാൻ പോകുന്നു മാ ഖസൂഫി ഔലി അള്ളാഹിൻ്റെ വാക്കിൽ പറയാൻ പോകുന്നതായിരിക്കുന്ന ഒന്ന് പക്ഷികളെ അയച്ചു കൊത്തുവല ശരിയാക്കി. അതുപോലെ മേല അള്ളാഹ് അയച്ചു മാ ഖസഹു. ശേഷം അള്ളാഹ് വിശദീകരിക്കുന്നു ഒന്ന് ഫി ഖൗലിഹി തല അതാ അമിജയിൽ അള്ളാഹു തല ആക്കിയില്ലയോ കൈതോല തന്ത്രത്തെ ഫി അതിമിൽ കാബത്തി കാബം പൊളിക്കുന്ന വിഷയത്തിലുള്ളതായ തന്ത്രത്തെ അള്ളാഹ് ഫി തല്ലീലി നഷ്ടത്തിലാക്കിയില്ലയോ, ഈ ഹസാരിയും ഹലാക്കി നഷ്ടത്തിലും നാശത്തിലുമാക്കിയില്ലയോ. അങ്ങനെ വരമേൽ നമ്മൾ അയച്ചില്ലയോ എന്നാണ് തൊയ്റം പക്ഷികളെ തബാബില കൂട്ടം കൂട്ടമായിട്ട് കുറേ പക്ഷികൾ കൂട്ടം കൂട്ടമായിട്ട് എന്താക്കുന്നത് കല്ലുകൊണ്ട് എറിഞ്ഞിട്ട് പോലൊക്കെ ഹലാക്കാക്കി. ഈ ജമാഅത്തിനർത്ഥം അബാബീൽ പറഞ്ഞാൽ കൂട്ടം കൂട്ടമായിട്ട് കയറും. അതാ കീല ഈ അബാബീലേറിന വാക്ക് അച്ചൽക്കൊരു വാക്കാണ് വഹദാല്ല കേട്ടോ. കീല ലാവാഹിദൽ പോകുന്നു. അബാബീലേറിന വാക്കിന് വഹദാല്ല, ഒരു ഏകവചനമില്ല. അച്ചൽക്ക് ഒരു ബഹുവചന കൗമിൻ്റെ മാതിരി. കൗമ് നിസാ എന്നൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഒരു ജമ്മിൻ്റെ മാനുള്ള ഇസ്മല്ലേ. എന്ന മാതിരി കൂട്ടം കൂട്ടുന്നതായിരിക്കും ജമ്മിൻ്റെ മാനേ ഉള്ളൂ. വഹദാല്ല ഒരു അസാത്തീർ പോലെ. ഒരു ഹീലുണ്ട വാഹിദ് ഉണ്ട് എന്ന്. വാഹിദ് തന്നെ വഹദാന് ഇബ്ബൂലാണ് അല്ലെങ്കിൽ ഇബ്ബാലാണ് അല്ലെങ്കിൽ ഇബ്ബീലാണ്. മൂന്ന് അഭിപ്രായമുണ്ട്. ഇബ്ബൂല് ഇബ്ബാല് ഇബ്ബീല്. ഇതാണ് എൻ്റെ വഹദാൻ എന്നുള്ളത്. അതിൻ്റെ അമ്മാണ് ഇബ്ബൂലിൻ്റെ അമ്മ അബാബീൽ അല്ലെങ്കിൽ ഇബ്ബാലിൻ്റെ അല്ലെങ്കിൽ ഇബ്ബീലിൻ്റെ. ഒരു അജൂല് മിഫ്താഹ് സിക്കീൻ്റെ മാതിരി. അജൂല് കാരണം എന്താക്കുന്നുണ്ട് ഇബ്ബൂലാണല്ലോ. അജൂല് മിഫ്താഹ് സിക്കീന് ഇബ്ബീല്. മിഫ്താഹ് എന്താക്കുന്നത് ഇബ്ബാല്. പിന്നെ അജൂല് ഇതാണ് അജൂലല്ലേ. അജൂലാകുമ്പോൾ എന്താക്കാറ് അബ്ബൂല്. അജൂലാകുമ്പോൾ എന്താക്കുന്നത് അബ്ബൂല്. അങ്ങനെ ആക്കട്ടെ എന്ന്. അപ്പം അങ്ങനത്തതായിരിക്കുന്ന വഹദ ഉണ്ടെന്ന് അഭിപ്രായമുണ്ട്. എന്താവട്ടെ, അവരെ കൂട്ടം കൂട്ടമായിരിക്കുന്ന പക്ഷികളെ അയച്ചു. എന്നിട്ട് ആ പക്ഷികൾ അവരെ എറിഞ്ഞു ബേജാർത്തിയും കല്ലുകൊണ്ട്. ആ പക്ഷികളെ താക്കുന്ന തൊള്ളയിൽ അതിലെ ചുണ്ടുമല കല്ല് കൊടുത്തു. എന്നിട്ട് ആ കല്ലെന്താക്കുന്നുണ്ട് ഈ ആനക്കാരെ എന്താക്കുന്നത് മുകളിലാണ്. ആ മുകൾ കണ്ട് കിട്ടും, പല തലയേക്കാണ് ഇട്ടും. ആ ചുടുകല്ല, സാധാരണ കല്ലല്ല. ഈ സിജ്ജീർ കല്ലുമുണ്ട്. അതിന് തീനി മത്തുപോഹിൻ ചൂടാ വേവിച്ചതായിരിക്കും. സാധാരണ മാതിരി മുത്തുപോഹായിരിക്കുന്ന കല്ല. സിജ്ജി കല്ലിച്ച് നമ്മൾ ഓടിൻ്റെ മാതിരി മണ്ണെന്താക്കുന്നുണ്ട് ചൂളൊക്കെ വെച്ചാണ്ട് എന്താ ചുട്ട കല്ലല്ല, ഇഷ്ക കല്ലൊക്കെ അല്ലേ. ഇഷ്ക കല്ലും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇഷ്ക കല്ലും ഓടൊക്കെ എന്താക്കുന്നത് മണ്ണ് ചുട്ടുകാണ്ട് മണ്ണ് ചൂളൊക്കെ വെച്ച് ഉണ്ടാക്കണതല്ലേ. അപ്പം അങ്ങനത്തെ ചൂളൊക്കെ വെച്ചാണ്ട് ചുടുകല്ല് എന്ന് പറയും. ചുടുകല്ല് അറിയാം. ഓടും ഇഷ്ടികൊക്കെ എന്താണ് ചുട്ടുണ്ടാക്കുന്നതാണ്. തീയിലിട്ടിട്ട് ആ തീനും മത്തുബുഹേറ് ചുടപ്പെട്ടതായിരിക്കുന്ന എന്താക്കുന്നുണ്ട് കല്ല്, ചുടുകല്ല്. അങ്ങനെ ചുടുകല്ല് കൊണ്ട് എന്താക്കുന്നത് അവരെ എറിഞ്ഞു. അടുപ്പ ജാല് പോലെ ആക്കി അസ്ഫിൻ മൗക്കൂൽ. അസ്ഫിൻ വൈക്കോൽ വൈക്കോൽ തിന്ന് കാലുകൾ തിന്ന് നശിപ്പിച്ചതായിരിക്കുന്ന എന്താക്കുന്നത് വൈക്കോൽ തുരുമ്പ് പോലെ ആക്കിയർ. സാധാരണ എന്താക്കുന്ന ആലയിലൊക്കെ എന്താക്കുന്ന വൈക്കോൽ ഇട്ട് കൊടുത്താൽ എന്താക്കുന്നത് ആ കാലുകളൊക്കെ ചവിട്ടി പതിച്ചാണ്ട് എന്താക്കുന്ന ചിതറൂലേ. ചവിട്ടി പതിക്കപ്പെട്ടതായിരിക്കും കാലുകൾ ചവിട്ടി പതിക്കപ്പെട്ടതായിരിക്കുന്ന ആലിൽ ചവിട്ടി പതിച്ചാണ്ട് ഇരപ്പാക്കിയതായിരിക്കുന്ന എന്താക്കുന്നുണ്ട്. പിന്നെ എന്താക്കുന്നത് അതുപോലത്തായിരിക്കുന്ന എന്താ തുരുമ്പ് പോലെ കീർ. കാസ്ഫിൻ മൗക്കൂൽ ഐക്ക വറക്കിൻ. അതൊക്കെ ഇല പോലെ ഒക്കെ കൃഷിൻ്റെ വറക്കി ചെറിയൻ. കൃഷിൻ്റെ ഇല വെച്ചാൽ വൈക്കോല് നിർത്തും. കൃഷിൻ്റെ ഇലക്കല വൈക്കോല് കറി.
അക്കൽ വറക്ക് ചെറിയ വൈക്കോല് പോലെയാണ് ഒക്കെ അങ്ങനത്തെ വൈക്കോല് അകലത്തുകൂൽ ദവാബ് തിന്നു അടുവ ദാസത്തെ ചവിട്ടി പതിച്ചു അങ്ങനെ നശിപ്പിച്ചു. അങ്ങനത്തേതായിരിക്കുന്ന വൈക്കോൽ തുരുമ്പ് പോലാക്കിയില്ലേന്ന് പല പറ്റണ ഹലാക്കാക്കിയിട്ടേ. അയ്യാഹിതക്കുള്ള അള്ളാഹുത്തല ഹലാക്കാക്കി വല്ലവ ഓരോരുത്തരെയും ബി ഹജരിഹിൽ മക്തൂബി അലഹി ഇസ്മുഹൂ അവരെ പേര് എഴുതിയതാക്കുന്ന കല്ലുകൊണ്ട് ഓരോരുത്തർക്കും കല്ല് കണക്കാക്കിയാണ്. ആ സൈന്യങ്ങളിൽപ്പെട്ടത് ഓരോരുത്തർക്കും ഓരോ കല്ല്, ആ കല്ലുമ്മൽ പോലെ പേരുണ്ട്. ആ ഓരോ കല്ലും എന്താക്കുന്ന ഓരോ പക്ഷിൻ്റെ തൊള്ളയിൽ ഒരു കല്ല്, ആ കല്ലെന്താക്കുന്നുണ്ട് ആ പേരെഴുതിയ ആളെ തലയിലാണ് വീഴുക. അത് തയ്യനാക്കിക്കൊണ്ടാണ് ഓരോരുത്തർക്കുള്ളതായിരിക്കുന്ന കല്ല് നിർണയിച്ചുകൊണ്ടാണ് ആ കല്ലുമ്മൽ പേരെഴുതപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ ആയിരിക്കുന്ന കല്ലുകൊണ്ടാണ്. എങ്ങനത്തെ കല്ല്? ബി ഹജരിഹിൽ മക്തൂബ് വല്ലവാഹൻ അലാക്കാക്കി ഒരു ബി ഹജരി ഓരോരുത്തരുടെ കല്ലുകൊണ്ട്. എങ്ങനത്തെ കല്ല്? അൽ മക്തൂബി അലഹി ഇസ്മാൻ്റെ പേര് എഴുതപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ ആയിരിക്കുന്ന കല്ലുകൊണ്ട്. എങ്ങനത്തെ കല്ലായോ? ചെറിയ കല്ല, വലിയ വെട്ടിലൊന്നുമല്ല. വലിയ പാറക്കല്ല് എന്താക്കുന്നത് കരിങ്കല്ലോ വെട്ടിലൊന്നുമല്ല. ചെറിയ കടലിൻ്റെ മണിയേക്കാൾ ചെറിയ കല്ല. അള്ളാഹിൻ്റെ കുതിരത്തല്ലേ. ചെറിയ കല്ലുകൊണ്ട് നശിപ്പിക്കാൻ അള്ളാഹ് കഴിച്ചൂലേ? ആക്രമണ അതസെത്തി പയറിനേക്കാൾ എന്താക്കുന്നുണ്ട്, പിന്നെ എന്താക്കുന്നത് പയറിനേക്കാൾ വലുതും അസുറുമിനൽ ഹിംസത്തി കടലിനേക്കാൾ ചെറുതും, കടലിൻ്റെ മണിയേക്കാൾ ചെറുതും പയറിൻ്റെ മണിയേക്കാൾ വലുതുമായിരിക്കുന്ന ഒരു ചെറിയ കല്ല. അത് അഹ്രിക്കത് അത് ഓട്ടയാക്കുൽ പൈതത്തെ പടത്തൊപ്പിയെ ഓരോ ചില മനുഷ്യനെയും പടത്തൊപ്പി ഉണ്ടാവില്ല. ഓരോ തലയിൽ പടത്തൊപ്പി ഉണ്ടായിരുന്നേ. ആ പടത്തൊപ്പിൻ്റെ മേലാണ്ടാന്തേക്കാറും ആ കല്ലെന്താണ് പടത്തൊപ്പിയാണ്ട് കീറും ഓട്ടാക്കിയിട്ട് ആ തലാണ്ട് തലയിൽ കൂടെ കടന്നിട്ട് ഒലെന്താക്കുന്നുണ്ടോ പള്ളേക്കട കടന്നിട്ട് ദുബുറ് കൂടെ ചാടും. അങ്ങനെ എൻ്റെ സ്വഭാവം. നമ്മൾ ഇതാക്കുന്നത് ഇതാക്കണ മാതിരി, സൂചിക്കണ മാതിരി. അപ്പം അങ്ങനത്തെ കല്ല തലയിൽ മുകളിലാണ്ടാൽ ദുബുറ് കൂടെ കൊണ്ട് ചാടും. അങ്ങനത്തെ കല്ല്. അങ്ങനെ ഇതാക്കിയത്. അതവർ ആ ഒല പടത്തൊപ്പിയെയും ഓരോ ആ പുരുഷനെയും ആ വ്യക്തിയെയും ആനയും തലക്കാണ്ടാൽ തലയിൽ കൂടെ താക്കുന്നുണ്ട്. ഇതാക്കുന്നു ഇറങ്ങിയിട്ട് പള്ളിയിൽ കൂടെ ഇറങ്ങിയിട്ട് ദുബുറ് കൂടെ ഇറങ്ങിയിട്ട് ആനൻ്റെ മേത്ത് കൂടെ ഇറങ്ങിയിട്ട് ആനൻ്റെ അടി കൂടെ ഉഴുകും. ആ നിലക്കൊരു കല്ല്. ആ നിലക്കാണ് കല്ല് പോരുന്നത്. ഉണ്ടാണോ ആ ഫീലിനെ ഉണ്ടാവും ഓട്ടയാക്കും. റൊജിലിനെ ബൈലത്തിനെ ഓട്ടയാക്കും, ആ റൊജിലിനെ ഓട്ടയാക്കും, ഇരിക്കണ ഫീലിനെ ഓട്ടയാക്കും. 8 വയസ്സിലുള്ള നേരത്തെ കയറി ചുക്കും. അങ്ങനത്തെ കല്ല് അങ്ങനത്തെ കല്ലുകൊണ്ടുണ്ടാക്കുന്ന ഹലാക്കാക്കിയ വക്കാനഹാദ ഈ സംഭവമായിരുന്നു റസൂലിനെ പ്രസവിക്കപ്പെട്ട കൊല്ലത്തിലായിരുന്നു. വക്കാനഹാദ മൗലിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരക്കാലഹം കിട്ടില്ലേ?